ഹായ് മക്കൾസ്, നമ്മുടെ ബയോളജിയിലെ സെക്കൻഡ് ചാപ്റ്ററിലെ അഥവാ നമ്മൾ എവല്യൂഷന്റെ പരിണാമവുമായി ബന്ധപ്പെട്ട ചാപ്റ്ററിലെ ഒരു കുഞ്ഞു ടോപ്പിക്കാണ് പ്രോകാരിയോട്ടിക് ആൻഡ് യൂകാരിയോട്ടിക് സെല്ല്. ഈ പ്രോകാരിയോട്ടിക് സെല്ലും യൂകാരിയോട്ടിക് സെല്ലും തമ്മിലുള്ള ഡിഫറൻസ് അല്ലേ, അല്ലെങ്കിൽ എന്താണ് ഈ പ്രോകാരിയോട്ടിക്, എന്താണ് ഈ യൂകാരിയോട്ടിക്? സിമ്പിൾ ആണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. ലോകത്തിൽ ആദ്യമായിട്ട് ഉണ്ടായിട്ടുള്ള ജീവിവർഗ്ഗങ്ങളാണ് ഇത് പ്രോകാരിയോട്ടിക് ഓർഗാനിസംസ്, അഥവാ ഒരൊറ്റ കോശം മാത്രമുള്ള ജീവികളാണ് ഇത് പ്രോകാരിയോട്ടിക് ഓർഗാനിസംസ്. പിന്നീട് ഉണ്ടായ ജീവികളാണ് ഇത് യൂകാരിയോട്ടിക് ഓർഗാനിസംസ്. അവർക്കും എത്ര കോശം തന്നെയുള്ളൂ? ഒരു കോശം തന്നെയുള്ളൂ. ഇവർ രണ്ടുപേരും എന്താണ്? യൂണിസെല്ലുലാർ ആണ്, അല്ലെങ്കിൽ ഏകകോശ ജീവികളാണ്. പിന്നെ എന്താണ് ഇവർ തമ്മിലുള്ള വ്യത്യാസം എന്ന് ചോദിച്ചാൽ വ്യത്യാസമുണ്ട്, പറഞ്ഞു തരാം. ഇതാ സുഹൃത്തുക്കളെ, പ്രോകാരിയോട്ടിക് കോശവും യൂകാരിയോട്ടിക് കോശവും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ചോദിച്ചാൽ ഇവർക്ക് രണ്ടുപേർക്കും ഒറ്റ കോശമുള്ളൂ, യൂണിസെല്ലുലാർ ആണ്. അതാണ് അവർ തമ്മിലുള്ള സിമിലാരിറ്റി. പക്ഷെ വ്യത്യാസം എന്താണെന്ന് ചോദിച്ചാൽ പ്രോകാരിയോട്ടിക് സെല്ലിൽ കുറച്ച് സെൽ ഓർഗാനിൽസ് മാത്രമേ ഉള്ളൂ. ഫ്യൂ സെൽ ഓർഗാനിൽസ് മാത്രമേ ഉള്ളൂ, കുറച്ചേ ഉള്ളൂ. ഓക്കെ, പേരിൽ വലിയ പ്രോ എന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും ആൾ ഒരു മണ്ടനാണ്. കുറച്ച് സെൽ ഓർഗാനിൽസേ ഉള്ളൂ. പക്ഷെ യൂകാരിയോട്ടിക് സെൽസിൽ ഇഷ്ടംപോലെ സെൽ ഓർഗാനിൽസ് ഉണ്ട്, മെനി സെൽ ഓർഗാനിൽസ്, കൂടുതൽ കോശാംഗങ്ങളുണ്ട്. മറ്റോടത്ത് കുറച്ച് കോശാംഗങ്ങൾ മാത്രമേ ഉള്ളൂ. അതാണ് ഒരു വ്യത്യാസം. രണ്ടാമത്തെ വ്യത്യാസം, ഈ പ്രോകാരിയോട്ടിക് സെല്ലിന്റെ കോശാംഗങ്ങൾക്ക്, ഇതിൻ്റെ ഉള്ളിലുള്ള കോശാംഗങ്ങൾക്ക് എന്തില്ല? സ്ഥരാവരണമില്ല. അവർക്ക് എന്തില്ല? മെംബ്രെയിൻസ് ഇല്ല. മെംബ്രെയിൻസ് ദാ സെൽ ഓർഗാനിൽസ് ഹാവ് നോ മെംബ്രെയിനസ് കവറിങ്. അവർക്ക് എന്തില്ല? മെംബ്രെയിനസ് കവറിങ് ഇല്ല, സ്ഥരാവരണമില്ല. ഇപ്പൊ ഈ സെല്ലിന്റെ ഉള്ളിൽ ഇഷ്ടംപോലെ ചെറിയ ചെറിയ കോശാംഗങ്ങൾ ഉണ്ടാവും. അവർക്കൊന്നും അവരുടെ ചുറ്റും എന്തില്ല? ഒരു കവറിങ് ഇല്ല. പക്ഷേ യൂകാരിയോട്ടിക് സെല്ലിന് എന്തുണ്ട്? സ്ഥരാവരണത്തോട് കൂടിയ കോശാംഗങ്ങളുണ്ട്. അവരുടെ സെൽ ഓർഗാനിൽസിന് എന്തുണ്ട്? മെംബ്രെയിനസ് കവറിങ് ഉണ്ട്. മെംബ്രെയിനസ് കവറിങ് ഉണ്ട്. അതാണ് ഇവർ തമ്മിലുള്ള മറ്റൊരു ഡിഫറൻസ്. ഇനി മൂന്നാമത്തെ ഡിഫറൻസ്, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഡിഫറൻസ്. പ്രോകാരിയോട്ടിക് സെല്ലിന്റെ ഉള്ളിൽ എന്തില്ല? ന്യൂക്ലിയസ് ഇല്ല. ന്യൂക്ലിയസ് നെഹി. ഇവിടെ എന്തില്ല? ന്യൂക്ലിയസ് ഇല്ല. അതാ സ്ഥരാവരണമുള്ള മർമ്മമില്ല. മെംബ്രെയിൻ ബോണ്ട് ന്യൂക്ലിയസ് ഈസ് ആബ്സെന്റ്. ന്യൂക്ലിയസ് എന്താണ്? ആബ്സെന്റ് ആണ്. പക്ഷേ യൂകാരിയോട്ടിക് സെല്ലിന്റെ കേസിലാണെങ്കിൽ മെംബ്രെയിൻ ബോണ്ട് ന്യൂക്ലിയസ് ഈസ് പ്രസന്റ്. അവിടെ എന്തുണ്ട്? അവിടെ സ്ഥരാവരണമുള്ള ഒരു മർമ്മമുണ്ട്. അവിടെ ന്യൂക്ലിയസ് ഉണ്ട്, മർമ്മമുണ്ട്. അതാണ് ഇവർ തമ്മിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഡിഫറൻസ്. പ്രോകാരിയോട്ടിക്കും യൂകാരിയോട്ടിക്കും രണ്ടാൾക്കും എത്ര കോശമുള്ളത്? ഒറ്റ കോശമേ ഉള്ളൂ. പാവപ്പെട്ടവനാണ്, ആകെ ഒരു കോശമേ ഉള്ളൂ. പക്ഷെ അവർ തമ്മിൽ ഏറ്റവും പ്രധാനപ്പെട്ട വ്യത്യാസം എന്താണെന്ന് ചോദിച്ചാൽ പ്രോകാരിയോട്ടിക്കിന്റെ ഉള്ളിൽ എന്തില്ല? ന്യൂക്ലിയസ് ഇല്ല. പക്ഷെ യൂകാരിയോട്ടിക്കിന്റെ ഉള്ളിൽ എന്തുണ്ട്? ന്യൂക്ലിയസ് ഉണ്ട്. ഒരു കോശമേ ഉള്ളൂ, പക്ഷെ അതിൻ്റെ ഉള്ളിൽ എന്തുണ്ട്? ന്യൂക്ലിയസ് ഉണ്ട്. പക്ഷെ പ്രോകാരിയോട്ടിക് ആണെങ്കിൽ ഒരു കോശമേ ഉള്ളൂ, അതിൻ്റെ ഉള്ളിൽ എന്തുമില്ല? ന്യൂക്ലിയസും ഇല്ല. അതാണ് വ്യത്യാസം. പ്രോകാരിയോട്ടിക്കിന് ന്യൂക്ലിയസ് ഇല്ല, ബട്ട് യൂകാരിയോട്ടിക്കിന് എന്തുണ്ട്? ന്യൂക്ലിയസ് ഉണ്ട്. ഈ പോയിന്റ് നിങ്ങൾ എന്ത് ചെയ്യണം? ഓർത്ത് വെക്കണം. പരീക്ഷയ്ക്ക് 2 മാർക്കിനൊക്കെ ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ചോദ്യമാണ്. അപ്പോൾ പഠിച്ചു വെക്കുക. ഇനി നമുക്ക് ഓണപരീക്ഷയോട് അനുബന്ധിച്ച് വീണ്ടും ഒരുപാട് ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ ചെയ്യാം. സോ നമുക്ക് അടിച്ചു പൊളിച്ച് മിന്നിച്ച് ഓണപരീക്ഷ എന്ത് ചെയ്യണം? സെറ്റാക്കിയിരിക്കണം. വീണ്ടും കാണാം. ഇത് നിങ്ങളുടെ സ്വന്തം അറക്കൽ.